യുഎസിന്റെ താരിഫ് യുദ്ധഭീതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓഹരി വിപണി. ട്രംപിന്റെ സാമ്പത്തിക നടപടികൾ കാരണം ഓഹരി കടപ്പത്ര വിപണികൾ വലിയ ആശങ്കയിലാണ്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് 25% തീരുവ ഏർപ്പെടുത്താൻ കൂടി ട്രംപ് ഒരുങ്ങുകയാണ്. ഇത് വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന് ഒരു സാധ്യതയാണുള്ളത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും റെക്കോർഡ് ഇടിവാണ് നിലവിൽ ഉണ്ടാകുന്നത്. ഡോളറിനെതിരെ 87.9 രൂപയായി മൂല്യം കൂപ്പുകുത്തി. അതേസമയം സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുകയാണ്. സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് മാറുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മുൻനിര കമ്പനികളുടെ ലാഭത്തിലും വിറ്റുവരവിലും കനത്ത ഇടിവ് ഉണ്ടായതും സാമ്പത്തിക മേഖലയിലെ തളർച്ച ശക്തമാണെന്നാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ സെപ്റ്റംബർ 27-ന് ഇന്ത്യയിലെ പ്രധാന ഓഹരി സൂചികയായ സെൻസെക്സ്, നിഫ്റ്റി എന്നിവ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരുന്നു. ഇതിനുശേഷം ഇതുവരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 10%-ലധികം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വിപണിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൊച്ചിയിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധനും പ്രമുഖ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയായ DBFS മാനേജിംഗ് ഡയറക്ടറുമായ പ്രിൻസ് ജോർജ് വിലയിരുത്തും. അദ്ദേഹത്തിലേക്ക്. 2025 തുടങ്ങിയതിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ പൊതുവെ ഒരു മടുത്ത രീതിയിൽ, അതായത് താഴേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ്. പല കാരണങ്ങളുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സ്റ്റോക്ക് മാർക്കറ്റുകൾ മാത്രമല്ല, കറൻസി മാർക്കറ്റുകളിലും ഗോൾഡിൻ്റെ മാർക്കറ്റുകളും എല്ലാത്തിലും തന്നെ വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതും പല ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ 10-ാം തീയതി ആയപ്പോഴത്തേക്കും ഇന്ത്യൻ റുപ്പിയുടെ വില 88-ലെത്തി ഡോളറിന് അഗൻസ്റ്റായിട്ട്. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ഡിപ്രീസിയേഷൻ ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടായിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റുകളാണെങ്കിൽ താഴേക്ക് കാണിക്കുന്നു, ഗോൾഡിൻ്റെ വിലയാണെങ്കിൽ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരം ചാഞ്ചാട്ടങ്ങളൊക്കെ എപ്പോഴും അസറ്റ് പ്രൈസസിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തായാലും ഒരു വൺ സൈഡഡായിട്ട് മാർക്കറ്റുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പലർക്കും ഒരു കൺസേൺ ഉണ്ട്. ഉദാഹരണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിലോ ഡയറക്റ്റായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോകുമ്പോൾ അവർക്കൊരു മോശമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ വില ക്രമാതീതമായി, ഗോൾഡിൻ്റെ വില കൂടുന്നതൊക്കെ ആളുകൾക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷേ വളരെയേറെ പെട്ടെന്ന് ഷാർപ്പായിട്ടൊക്കെ മുകളിലേക്ക് പോകുമ്പം പലർക്കും ഗോൾഡിന് ആ കാര്യത്തിൽ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അണ്ടർലൈങ് സിറ്റുവേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സെല്ലിങ് ഫോറിനേഴ്സ്, FIIs എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ എല്ലാ ദിവസവും തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ അമേരിക്കൻ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയും അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഫേവറബിളായിട്ടുള്ള പോളിസികൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തെല്ലായിടത്തും നിക്ഷേപങ്ങളുള്ള ETF വഴിയൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള പണമെല്ലാം തിരികെ അമേരിക്കയിലേക്ക് ഒഴുകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. എല്ലാ എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നും ഒഴുകുന്നുണ്ട്. ഇപ്പോൾ കറൻസി എടുത്ത് നോക്കിയാൽ അമേരിക്കൻ ഡോളർ മാത്രം സ്ട്രെങ്തൻ ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ കറൻസികളും വീക്കാകുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഈ ട്രംപിൻ്റെ പോളിസികളൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് പോളിസികളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഈ സിറ്റുവേഷൻ എത്ര നാൾ തുടരും, എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ പല രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് കൊണ്ടുവരാനായിട്ടും എമിഗ്രേഷൻ പോളിസികളൊക്കെ മാറ്റാനായിട്ടും ഒക്കെയുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട്. അതിൽ എത്രമാത്രം വിജയിക്കും പരാജയപ്പെടും എന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ്. എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇപ്പം ചൈനയ്ക്കെതിരെയും മറ്റ് പല രാജ്യങ്ങൾക്കെതിരെയും ഒക്കെ 25%, 10%, അമേരിക്കയുടെ നെയ്ബേഴ്സായിട്ടുള്ള കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ വരെ അവർ ടാരിഫ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ഡൂ ഓർ ഡൈ സിറ്റുവേഷനാണ്. അതായത് അമേരിക്കയിൽ കടം വല്ലാതെ പെരുകുന്നു ഒരു സൈഡിൽ കൂടെ, മറിച്ച് അവർക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, അമേരിക്ക കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് സാധനങ്ങൾ മാത്രമേ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷൻ മാറി വന്നാൽ മാത്രമേ അമേരിക്കയുടെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കംഫർട്ടബിൾ ആകത്തുള്ളൂ. ഫെഡറൽ റിസർവിൻ്റെ കടമെന്ന് പറയുന്നത് 120% ഓഫ് ദ GDP ആണ്. അതൊരു സസ്റ്റൈനബിളായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ആ ഫെഡറൽ റിസർവിൻ്റെ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബാധ്യതയാണ്. എല്ലാ വർഷവും 1 ട്രില്യൺ, 1.5 ട്രില്യൺ, 2 ട്രില്യൺ കണ്ട് ഈ കടം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ GDPക്ക് മുകളിലേക്ക് ഈ ഒരു കടം വന്ന ഒരു സാഹചര്യത്തിൽ, 120% ആയ സാഹചര്യത്തിൽ ഇതിനൊരു കറക്റ്റീവ് മെക്കാനിസം അമേരിക്ക ഗവൺമെൻറ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ കൂടെയാണോ അത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം മാത്രമേ നമുക്കുള്ളൂ. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്കറ്റ് ഹൈയിൽ നിന്ന്, ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് 12% താഴേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ 20-25% താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു ഹെൽത്തി
കറക്ഷനായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ത്യയുടെ ലോങ് ടേം ഔട്ട്ലുക്കൊക്കെ ബെറ്റർ ആയതുകൊണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും തിരിച്ച് കയറി വരാനായിട്ടുള്ള ചാൻസ് ആണുള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വലിയ തോതിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ താഴേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. എന്നാൽ കറൻസിയിലുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഗോൾഡിലുള്ള മൂവ്മെൻറ്റും അത്ര എളുപ്പത്തിൽ അങ്ങനെ മാറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കറൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കറൻസിക്ക് എന്തായാലും ഒരു ഡിപ്രീഷിയേറ്റിംഗ് ട്രെൻഡാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പം ഇന്ത്യൻ കറൻസി അത്ര മോശമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിലും ക്രമമായിട്ട് US ഡോളറിന് അഗൻസ്റ്റായിട്ട് ഇന്ത്യൻ കറൻസി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗൾഫിലൊക്കെയുള്ള പല രാജ്യങ്ങളുടെയും കറൻസികൾ US ഡോളറുമായിട്ട് പെഗ് ചെയ്തേക്കാണ്. ഇപ്പോൾ UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ രാജ്യങ്ങൾ US ഡോളർ വീക്കാകുന്ന സ്ട്രോങ് ആകുന്ന മുറയ്ക്ക് ഇന്ത്യൻ റുപ്പി വീക്കാകുമ്പോൾ ആ കറൻസിയുടെ മൂവ്മെൻറ്റ്സിൽ അവിടെയും ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ദൃശ്യമാണ്. NRIസിനെയൊക്കെ സംബന്ധിച്ച് ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിലും ഒരു പരിധി കൂടുതൽ ഇന്ത്യൻ കറൻസി വീക്ക് ആകുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി സിറ്റുവേഷൻ, ഇൻഫ്ലേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ ആഴ്ച ഒരു ബജറ്റ് കൊണ്ടുവന്നു. ബജറ്റ് അത്ര മോശമല്ലായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. അതിനുശേഷം ഒരു ഇലക്ഷൻ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അത് മാറി വന്നു. ഇതൊക്കെ മാറിയിട്ട് മാർക്കറ്റിലെ സെല്ലിങ് വീണ്ടും തുടരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്കണോമിയിൽ ഒരു വീക്ക്നെസ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരണം. ഗവൺമെൻറ് ലിക്വിഡിറ്റി സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവേ ടൈറ്റായിട്ടുള്ള മാസങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,875 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഔൺസിന്. ഇന്ത്യയിൽ അതിൻ്റെ ഹയസ്റ്റ് വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കറൻസി വീക്ക് ആയതോടുകൂടി വീണ്ടും ഇന്ത്യയിലെ ഗോൾഡിൻ്റെ പ്രൈസ് കയറുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വളരെ സ്പീഡിൽ കയറിയെങ്കിലും ഇൻ്റർനാഷണലി തന്നെ ഗോൾഡ് റിസർവായിട്ട് വെക്കാനും ഒക്കെ ആയിട്ട് ചില രാജ്യങ്ങൾ, റഷ്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിൻ്റെ വില, ഗോൾഡ് മേജറായിട്ട് അവരാണ് ബയേഴ്സ് ആയിട്ടുള്ളത്, റീറ്റെയിൽ ആളുകളല്ല. അതുകൊണ്ട് സെൻട്രൽ ബാങ്കുകൾ ഈ ഗോൾഡ് വാങ്ങുന്ന സാഹചര്യത്തിൽ ഗോൾഡിൻ്റെ വിലയിൽ വളരെ പെട്ടെന്ന് വലിയ ഇടിവുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. ചെറിയ തോതിലുള്ള സെൽ ഓഫൊക്കെ ഉണ്ടാകാം. ഈ 2,875 2,500 600 വേണമെങ്കിൽ വരാം. അതായത് ഒരു 10% 8% ഫോൾ ഉണ്ടായാലും വീണ്ടും ബൈങ് വരികയും അധികം വൈകാതെ ഇത് $3,000 പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഗോൾഡിൻ്റെ വിലയിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കൽ. ചെറിയ ഇടിവുകൾ ഉണ്ടാകാം, പക്ഷേ മുകളിലേക്ക് തന്നെയാണ് അതിൻ്റെ ട്രെൻഡ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവിലേക്ക് ഇനി കാര്യങ്ങൾ പോകില്ല. അതോടൊപ്പം തന്നെ ഈ കറൻസി വിനിമയ നിരക്കിലും ഇന്ത്യൻ കറൻസി രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിലവിൽ വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്നാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത്.